അല്ലെങ്കിലും ഗൈസ് എൻ്റെ തെറ്റായിരുന്നു പലതും. ഞാൻ കണ്ണെഴുതി പൊട്ട് തൊട്ട് നല്ല കടുത്ത ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കമ്മലൊക്കെ ഇട്ട് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ചെയ്ത് പുറത്തിറങ്ങിയതുകൊണ്ടാണല്ലോ ആൾക്കാർ എന്നെ ഫോളോ ചെയ്തതും എന്നെ നോക്കിയതും സ്റ്റോക്ക് ചെയ്തതും ഒക്കെ എന്ന് പറയണമെന്നായിരിക്കും പലവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ശരിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചോ. എന്നാൽ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങളൊന്ന് മറിച്ച് ചിന്തിക്കാൻ ശ്രമിച്ചു നോക്ക്. എല്ലാ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ റീച്ചിന് വേണ്ടി ചെയ്യുന്നതല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഈ വീഡിയോ ഞാൻ റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ദൂരെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്താൽ എനിക്ക് അത്രയും സന്തോഷമാവും. പ്രത്യേകിച്ച് അത് വലിയ വലിയ ചക്ക പോലെ വളർന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണ്ട, ടീനേജേഴ്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. കാരണം നല്ല എനർജി എടുത്ത് പറയണമെന്നുണ്ടെങ്കിലും ഈ ടോപ്പിക്കിന് എനിക്ക് എനർജി പറയാൻ കിട്ടാത്തതുകൊണ്ടാണ്. 14 വയസ്സുകാരെ 16 വയസ്സുകാരൻ റേപ്പ് ചെയ്ത് കഴുത്ത് ഞെരിച്ച് കൊന്നു. 21 വയസ്സുകാരൻ 17 വയസ്സുകാരിയെ തലക്കടിച്ച് കൊലപ്പെടുത്തി. ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നേ? വെറുതെ ഇരുന്ന് ബുക്ക് വായിച്ചിട്ടൊന്നല്ലല്ലോ കിട്ടുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. റീഡിംഗ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ, കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ ഒന്ന് പോയിട്ടോ മക്കളെ. ഇപ്പം അതൊന്നും ഇല്ല. പിന്നെ ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? പിയർ പ്രഷർ. നിന്നെ തുടക്കപ്പെടാന്ന് ഓർമ്മയുണ്ടോ? എക്സാം സെൻറ്ററിലെ പാർട്ടിക്കിടയിൽ കൊല്ലപ്പെട്ട ഷഹബാസിൻ്റെ ന്യൂസിന് ഭയങ്കര ഹൈപ്പ് കിട്ടിയപ്പോഴാണ് കുട്ടികൾക്കിടയിലുള്ള ഇങ്ങനത്തെ കൊലപാതകങ്ങൾ നമ്മൾ മൊത്തം അറിഞ്ഞു തുടങ്ങിയതല്ലേ. അതിനുശേഷമാണ് കുട്ടികൾക്കുള്ള കൊലപാതകം കൂടിയത്. എന്നാൽ ഇതിലെന്തായിരിക്കും കാരണം? ലേഡീസിൻ്റെ ഡ്രസ്സിങ് മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ 1 വയസ്സിലിരിക്കുന്ന കുട്ടി, ഡയപ്പറിലിരിക്കുന്ന കുട്ടീനെ റേപ്പ് ചെയ്യുന്നു, 90 വയസ്സായ അമ്മൂമ്മേനെ റേപ്പ് ചെയ്യുന്നു. അപ്പം ഡ്രസ്സിങ് മാത്രമാണോ? ചെറിയൊരു സംശയം ഉണ്ടല്ലേ. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആക്കിയിട്ട് ഈ വീഡിയോ കാണരുത്. കാരണം ഇത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ കണ്ടന്റ് അതല്ല എൻ്റെ. ബേസിക്കലി എനിക്ക് നിങ്ങൾ ഈ ഏജിലുള്ള കുട്ടികളോടൊന്നേ പറയാനുള്ളൂ. നിങ്ങൾ ടീനേജേഴ്സിനെ എപ്പോഴും പറയും, ആൾക്കാരൊക്കെ പറയും, ക്രിട്ടിസൈസ് ചെയ്യും. ശരിയാ, ടീനേജേഴ്സ് അഡൾട്ടായിട്ടും ഇല്ല, ചെറുപ്പക്കാരനും അല്ല. ഞാൻ ആരാ? ഈ ചോദ്യം തന്നെ നിങ്ങളുടെ പ്രശ്നം. ഞാൻ ആരാ? ഐ എം എ വുമൺ, ഐ എം എ മാൻ. നമുക്കറിയെങ്കിലും എൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്, എൻ്റെ ക്രൈസിസ് എങ്ങനെയൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാനുള്ള പ്രായമായിട്ടില്ല. നിങ്ങളുടെ ശരീരം വളർന്നു, നിങ്ങളുടെ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് വളർന്നു, നിങ്ങൾ ഫുള്ളി മെയിലോ ഫീമെയിലായി. പക്ഷെ നിങ്ങളുടെ തലച്ചോറ് വളർന്നിട്ടില്ല മക്കളെ. നിങ്ങൾക്ക് ഇപ്പോഴും വോട്ടേഴ്സ് റൈറ്റ് വോട്ടേഴ്സ് റോങ് എന്ന് പറയാൻ പറ്റില്ല. അത് നിങ്ങളുടെ ഫോൾട്ടല്ല. നിങ്ങളുടെ ബയോളജിക്കലി നിങ്ങൾ അങ്ങനെ ആണ്. അതൊരിക്കലും നിങ്ങളുടെ ഫോൾട്ടല്ല. പക്ഷെ ഈ സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നില്ല ലവ്, ലസ്റ്റ്, അട്രാക്ഷൻ, അഡിക്ഷൻസ് ഇതെല്ലാം ടെമ്പററി ആണ്. ഈ ടെമ്പററി ആയിട്ടുള്ള കാര്യത്തിൻ്റെ പുറത്ത് അഗ്രഷൻ പിടിച്ച് നിങ്ങൾ ഇങ്ങനത്തെ ഓരോ പരിപാടികൾ ചെയ്ത് കൂട്ടാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ പൊന്നി മക്കളെ, ഇതിൻ്റെ അന്ത്യം എവിടെയായിരിക്കും എന്നറിയോ? സെൻട്രൽ ജയിലിൽ. ചിലപ്പോൾ ജാമ്യം പോലും കിട്ടിയെന്ന് വരില്ല. പിന്നെ പെൺകുട്ടികളോട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. പ്രൊട്ടക്ഷൻ നിങ്ങൾക്കൊരു പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ പാരൻസ്, ടീച്ചേഴ്സ്, കൊലീഗ്സ് ആരാണെന്ന് വെച്ചാൽ നിങ്ങളത് അറിയിക്കുക. നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും കൗൺസിലേഴ്സ് ഉണ്ട്. നിങ്ങളുടെ കൗൺസിലേഴ്സ് നിങ്ങൾ ആരെങ്കിലും ഇത് അറിയിച്ചേ പറ്റുള്ളൂ. അല്ലാണ്ടൊക്കെ ഞാൻ ഡീൽ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ കോൺഫിഡൻസാണ്. മക്കൾ ഈ പ്രായത്തിലുള്ള മക്കളെക്കാട്ടിൽ 5-6 ഓണം കൂടുതലുണ്ടതാണ് ഞാൻ. നമുക്ക് അത്യാവശ്യം അറിയാം ഇതിനെക്കുറിച്ച്. ആ പ്രായത്തിൽ എനിക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ വളർന്ന് വലിയ പെൺകുട്ടിയല്ലേ, എനിക്ക് 10-14 വയസ്സായില്ലേ, എനിക്കെന്താ ഡീൽ ചെയ്യാൻ അറിയില്ലേ? ഇല്ല കുട്ടികളെ, ബുദ്ധിമുട്ടാണത്. സത്യമായിട്ടും അത് ബുദ്ധിമുട്ടാണ്. പിന്നെ അവസാനമായിട്ട് എനിക്കൊന്ന് നിന്നെ കാണണമെന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്തോ, ചിലപ്പോൾ അവസാനമായിട്ടായിരിക്കും നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ കാണാൻ പോകുന്നത്. കാരണം എനിക്ക് വളരെയധികം പരിചയമുള്ള എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ ഇതേപോലെ റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടായിട്ട് ആ പയ്യൻ അവസാനമായിട്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അവളെ ഒന്ന് വിളിച്ചായിരുന്നു. ഈ പുള്ളി ഞാനുമായിട്ട് ഭയങ്കര ക്ലോസ് ആയതുകൊണ്ടും എൻ്റെ അടുത്തെല്ലാം ഷെയർ ചെയ്യുന്നതുകൊണ്ടും അവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. കേട്ട പാതി ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ അവളോട് പറഞ്ഞത്, പൊന്നു മോളെ നീ പോയേക്കല്ലേ, ചിലപ്പോൾ നിന്നെ ഞങ്ങൾ ഇനി കണ്ടുവെന്ന് വരില്ല. ശരിയാണ്. കാരണം പലപ്പോഴും അവസാനമായിട്ടുള്ള ഈ വിളി സ്നേഹം കൊണ്ടായിരിക്കില്ല, അത് പ്രതികാരം കൊണ്ടായിരിക്കും. ഇനി നിങ്ങൾ ആരെങ്കിലും റേപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും സെക്ഷലി അബ്യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അഡൽട്ട്സ് ആയിക്കോട്ടെ, ടീനേജേഴ്സ് ആയിക്കോട്ടെ, കിഡ്സ് ആയിക്കോട്ടെ, നിങ്ങൾ ആരെങ്കിലും സെക്ഷലി അബ്യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. സെക്ഷൽ അബ്യൂസിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്ലഷറും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ ഡോമിനൻസ്, ഞാൻ എന്ന അഹങ്കാരം മാത്രമേ സാറ്റിസ്ഫൈ ആവുള്ളൂ. ഞാൻ എന്താ ആഗ്രഹിച്ചു എനിക്കത് കിട്ടി, ഞാൻ എന്ത് ആഗ്രഹിക്കുന്നു എനിക്കത് കിട്ടുന്നു, അല്ലെങ്കിൽ മെൻ ആർ ബെറ്റർ ദൻ വുമൺ എന്ന ഈ ഈഗോ മാത്രമേ മക്കൾ സാറ്റിസ്ഫൈ ആവുള്ളൂ. അല്ലാതെ വേറൊന്നും നിങ്ങൾക്ക് അവിടെ സാറ്റിസ്ഫൈ ആവാൻ പോകുന്നില്ല. ഇപ്പോൾ പറയും ഈ ചേച്ചി എന്ത് വൾഗറായിട്ടാണ് സംസാരിക്കുന്നത്, ചേച്ചി ഇത് വൾഗാരിറ്റി ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ, ചേട്ടന്മാർക്ക് ഇത് വൾഗാരിറ്റി ആയിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾ നേരെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വിട്ടോ. കാരണം ഇവിടെ ഞാൻ വൾഗറായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല.
അതാണ് അടുത്ത പോയിന്റ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നാട്ടിൽ സെക്സ് എന്നോ സെക്സ് എഡ്യൂക്കേഷൻ എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വളരെയധികം വൾഗറും മോശപ്പെട്ട ആൾക്കാരുമായി, പ്രത്യേകിച്ച് സ്ത്രീകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ, പ്രോപ്പറായിട്ട് ഗൈനക്കോളജിക്കൽ എഡ്യൂക്കേഷൻ പോലും പലപ്പോഴും ഡോക്ടേഴ്സ് അല്ലാത്ത സ്ത്രീകൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ഡോക്ടറില്ലല്ലോ, പിന്നെ ഇങ്ങനത്തെ അറിയുന്നത് ഓക്കെ കേസാ. അപ്പോഴാണ് നിങ്ങൾ നന്നാവേണ്ടത്. നമ്മുടെ നാട്ടിലെ കരിക്കുലത്തിൽ സെക്സ് എഡ്യൂക്കേഷൻ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഈശ്വര, ബോംബ് ഉണ്ടാക്കാൻ എങ്ങനെ പഠിപ്പിക്കണം, പിള്ളേർ പഠിപ്പിക്കണ പോലെയാണ് ഓരോന്നിൻ്റെ റിയാക്ഷൻ കാണേണ്ടത്. 2 കൊല്ലം ടീച്ചറായിട്ട്, 2.5 കൊല്ലത്തോളം ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ അനുഭവത്തിൽ പറയുക, നമ്മുടെ നാട്ടിലെ പിള്ളേർക്ക് ഇതിനെക്കുറിച്ചൊരു മാങ്ങാത്തൊലി അറിയില്ല. കാരണം ഫോൺ കിട്ടുന്ന പ്രായം മുതലേ കണ്ടു തുടങ്ങുന്നത് പോൺ സൈറ്റും പോൺ വീഡിയോസുമാണ്. ആദ്യമായിട്ട് എവിടെ നിന്നായിരിക്കും പോൺ വീഡിയോ കാണുന്നത്? അച്ഛൻ്റെ അമ്മയുടെ ഫോണിൽ നിന്ന്. അഡൽട്സ് പോൺ വീഡിയോസ് കാണുന്നത് തെറ്റുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഹിസ്റ്ററിയിലൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം, ബാക്കിയുള്ളവരെ കൂടെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. 17-16 വയസ്സിൽ ഞാനൊക്കെ എന്ത് ചെയ്തിരുന്നു പോലും എനിക്ക് ഓർമ്മയില്ല. കാരണം എൻ്റെ ലൈഫ് ഡീൽ ചെയ്യുന്ന കാര്യത്തിൻ്റെ തിരക്കിലായിരുന്നു ഞാൻ. സൈക്കോളജി എടുക്കണോ, ജോഗ്രഫി എടുക്കണോ, ഇംഗ്ലീഷ് എടുക്കണോ, എന്നിട്ടെങ്കിലും പ്രാന്ത് പിടിച്ചെടുക്കുന്നത്, എങ്ങനെയെങ്കിലും +2 പാസ്സാവണമെന്നും ആഗ്രഹിച്ച് നടക്കുന്ന ഞാനാ. എന്നാൽ ഇന്നത്തെ 17 വയസ്സുകാരൻ എങ്ങനെ ഒരാളെ കൊല്ലാൻ നോക്കി നടക്കുക, എങ്ങനെ ഡ്രഗ്സ് ഉപയോഗിക്കാൻ നടക്കുക? എനിക്ക് നമ്മുടെ നാടിൻ്റെ പോക്ക് നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ എന്തായാലും പറ്റില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മളുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും മനസ്സിലാക്കി അതിനൊരു കടിഞ്ഞാനിടാൻ നമുക്ക് പറ്റും. പൊന്നു മക്കളെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമായിട്ട് ഷെയർ ചെയ്ത് കൗൺസിലിംഗ് പോകാം. നിങ്ങൾ ചിലപ്പോൾ കിഴങ്ങൻ പാരൻസിന് ഈ കൗൺസിലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല, ഒരിക്കലും മനസ്സിലാവാൻ പോകുന്നില്ല അവർക്ക്. 90% പാരൻസിന്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് ഒരു കൗൺസിലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ കിഴങ്ങന്മാർ പറയും ഇതൊക്കെ എല്ലാ പ്രായത്തിലും ഉണ്ടാകുന്ന, അതിൻ്റെ ഫോൺ എടുത്ത് മാറ്റി വയ്ക്കുകയെന്ന് പറയും. അതല്ല കുട്ടികളെ ഇതിനുള്ള സൊല്യൂഷൻ. ഗോ ഫോർ എ പ്രോപ്പർ കൗൺസിലിംഗ്. ഒരു കൗൺസിലർ നിങ്ങൾ ഒരിക്കലും ജഡ്ജ് ചെയ്യില്ല, മാത്രമല്ല നിങ്ങൾക്ക് ഭാവിയിൽ എന്തായാലും നല്ലതേ വരത്തുള്ളൂ. കൂടുതൽ ഞാൻ നീട്ടിപ്പിക്കുന്നില്ല, കാരണം 7 മിനിറ്റ് വീഡിയോ ഒന്നും ഇരുന്ന് കാണാനുള്ള ക്ഷമ ഒരു കുട്ടിക്ക്, ഒരു ടീനേജർക്ക്, ഒരു അഡൾട്ടിനും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ ബേസിക്കലി ഒന്നേ പറയാനുള്ളൂ, ഒരു രാജ്യത്തിന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ മനുഷ്യരിൽ നിന്ന് ഒരു രാജ്യത്തിന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്.